നമ്മുടെ ഇന്നത്തെ ക്ലാസ്സിൽ ഇനി വരാൻ പോകുന്ന LGS എക്സാമിന് ചോദിക്കാൻ സാധ്യതയുള്ള PYQ ആണ് നമ്മൾ നോക്കുന്നത്. ഈ ചോദ്യങ്ങൾ നന്നായിട്ട് പഠിച്ചിട്ട് പോവുക, കാരണം ഇതിൽ നിന്നും ചോദ്യങ്ങൾ ഉറപ്പായിട്ടും ഉണ്ടാകും. നമുക്ക് സമയം കളയാതെ ക്ലാസ്സിലേക്ക് കടക്കാം. റിപ്പബ്ലിക് ദിനത്തിൽ നിലവിൽ വന്ന കേരളത്തിലെ ജില്ല ഏതാണ്? റിപ്പബ്ലിക് ദിനത്തിൽ നിലവിൽ വന്ന കേരളത്തിലെ ജില്ല ഇടുക്കി ജില്ലയാണ്. റിപ്പബ്ലിക് ദിനത്തിൽ നിലവിൽ വന്ന കേരളത്തിലെ ജില്ല. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല ഏതാണ്? എറണാകുളം ജില്ലയിലാണ് കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ളത്. പുന്നത്തൂർ കോട്ട ഏത് മൃഗത്തിൻ്റെ സംരക്ഷണത്തിനാണ് പ്രസിദ്ധമായിട്ടുള്ളത്? ആനയുടെ സംരക്ഷണത്തിനാണ് പുന്നത്തൂർ കോട്ട പ്രസിദ്ധമായിട്ടുള്ളത്. കേരളത്തിൽ മഹാശിലാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ആനക്കര ഏത് ജില്ലയിലാണ്? കേരളത്തിൽ മഹാശിലാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ആനക്കര പാലക്കാട് ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യ സ്ത്രീധനരഹിത വില്ലേജ് ഏതാണ്? നിലമ്പൂരാണ് ഇന്ത്യയിലെ ആദ്യ സ്ത്രീധനരഹിത വില്ലേജ്. റിപ്പബ്ലിക് ദിനത്തിൽ നിലവിൽ വന്ന കേരളത്തിലെ ജില്ലയാണ് ഇടുക്കി. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ലയാണ് എറണാകുളം. പുന്നത്തൂർ കോട്ട ഏത് മൃഗത്തിൻ്റെ സംരക്ഷണത്തിനാണ് പ്രസിദ്ധം? ആനയുടെ സംരക്ഷണത്തിനാണ് പുന്നത്തൂർ കോട്ട പ്രസിദ്ധമായിട്ടുള്ളത്. കേരളത്തിൽ മഹാശിലാവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ആനക്കര പാലക്കാട് ജില്ലയിലാണ്. ഇന്ത്യയിലെ ആദ്യ സ്ത്രീധനരഹിത വില്ലേജ് ഏതാണ്? നിലമ്പൂരാണ് ഇന്ത്യയിലെ ആദ്യ സ്ത്രീധനരഹിത വില്ലേജ്. ചരിത്രപ്രസിദ്ധമായ കടത്തനാട് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ് ചരിത്രപ്രസിദ്ധമായ കടത്തനാട്. ഗദ്ദിക എന്ന കലാരൂപം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല ഏതാണ്? വയനാടാണ് ഗദ്ദിക എന്ന കലാരൂപം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ല. കേരളത്തിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന ജില്ല ഏതാണ്? കണ്ണൂർ ജില്ലയാണ് കേരളത്തിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന ജില്ല. കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ലയാണ് കാസർഗോഡ്. കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ലയാണ് കാസർഗോഡ്. 8 ഡിഗ്രി ചാനൽ ഇന്ത്യയെ ഏത് രാജ്യത്തിൽ നിന്നാണ് വേർതിരിക്കുന്നത്? ഇന്ത്യയെ മാലിദ്വീപുമായിട്ടാണ് വേർതിരിക്കുന്നത്. 8 ഡിഗ്രി ചാനൽ. അപ്പോൾ എന്തൊക്കെയാണ്? ചരിത്രപ്രസിദ്ധമായ കടത്തനാട് എവിടെയാണ്? കോഴിക്കോട് ജില്ലയിലാണ്. ഗദ്ദിക എന്ന കലാരൂപം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ലയാണ് വയനാട്. കേരളത്തിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന ജില്ലയാണ് കണ്ണൂർ. കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ലയാണ് കാസർഗോഡ്. 8 ഡിഗ്രി ചാനൽ ഇന്ത്യയെ ഏത് രാജ്യത്തിൽ നിന്നാണ് വേർതിരിക്കുന്നത്? മാലിദ്വീപിൽ നിന്നുമാണ് 8 ഡിഗ്രി ചാനൽ ഇന്ത്യയെ വേർതിരിക്കുന്നത്. ഇന്തോളജി എന്തിനെ പറ്റിയുള്ള പഠനമാണ്? ഇന്ത്യയെ പറ്റിയുള്ള പഠനമാണ് ഇന്തോളജി. ഇന്തോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഇന്ത്യയെക്കുറിച്ചുള്ള പഠനമാണ്. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണ് ഏതാണ്? കരിമണ്ണാണ് ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണ്. ഹിമാലയം ഏത് തരം ശിലകളാൽ നിർമ്മിതമാണ്? അവസാദ ശിലകളാൽ നിർമ്മിതമാണ്. ഹിമാലയം അവസാദ ശിലകളാൽ നിർമ്മിതമാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാലാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാലാണ്. മഴ ലഭ്യതയ്ക്ക് പ്രസിദ്ധമായ മൗസിൻഡ്രം ഏത് മലനിരകളിലാണ്? ഖാസി മലനിരകളിലാണ് മഴ ലഭ്യതയ്ക്ക് പ്രസിദ്ധമായിട്ടുള്ള മൗസിൻഡ്രം എവിടെയാണ്? ഖാസി മലനിരകളിലാണ്. അപ്പോൾ ഇന്തോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഇന്തോളജി ഇന്ത്യയെക്കുറിച്ചുള്ള പഠനമാണ്. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണാണ് കരിമണ്ണ്. ഹിമാലയം ഏതുതരം ശിലകളാൽ നിർമ്മിതമാണ്? അവസാദ ശിലകളാൽ നിർമ്മിതമാണ് ഹിമാലയം. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാലാണ്. മഴ ലഭ്യതയ്ക്ക് പ്രസിദ്ധമായിട്ടുള്ള മൗസിൻഡ്രം ഏതു മലനിരകളിലാണ്? ഖാസി മലനിരകളിലാണ് മഴ ലഭ്യതയ്ക്ക് പ്രസിദ്ധമായിട്ടുള്ള മൗസിൻഡ്രം. ഇന്ത്യയിൽ തീരപ്രദേശത്തുള്ള ഏറ്റവും വലിയ തടാകം ഏതാണ്? ഇന്ത്യയിൽ തീരപ്രദേശത്തുള്ള ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക. തീരപ്രദേശത്തുള്ള ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക.
പശ്ചിമഘട്ടത്തിലെ ആകെ ചുരങ്ങളുടെ എണ്ണം എത്രയാണ്? 16 പശ്ചിമഘട്ടത്തിലെ ആകെ ചുരങ്ങളുടെ എണ്ണം. ഏറ്റവും ആഴം കൂടിയ ഹിമാലയൻ നദിയാണ് ബ്രഹ്മപുത്ര. എന്താണ്? ഏറ്റവും ആഴം കൂടിയ ഹിമാലയൻ നദിയാണ് ബ്രഹ്മപുത്ര. ഗംഗാ നദിയുടെ ശുചീകരണത്തിനായിട്ട് കേന്ദ്ര സർക്കാർ 2014 നടപ്പിലാക്കിയ പദ്ധതിയാണ് നമാമി ഗംഗ. എന്താണ്? ഗംഗാ നദിയുടെ ശുചീകരണത്തിനായിട്ട് കേന്ദ്ര സർക്കാർ 2014 നടപ്പിലാക്കിയ പദ്ധതിയാണ് നമാമി ഗംഗ. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം ഏതാണ്? ഉത്തര മഹാസമതലമാണ് ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗം. അപ്പം ഇന്ത്യയിൽ തീരപ്രദേശത്തുള്ള ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക. പശ്ചിമഘട്ടത്തിലെ ആകെ ചുരങ്ങളുടെ എണ്ണം 16. ഏറ്റവും ആഴം കൂടിയ ഹിമാലയൻ നദിയാണ് ബ്രഹ്മപുത്ര. ഗംഗാ നദിയുടെ ശുചീകരണത്തിനായിട്ട് കേന്ദ്ര സർക്കാർ 2014 നടപ്പിലാക്കിയ പദ്ധതിയാണ് നമാമി ഗംഗ. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗമാണ് ഉത്തര മഹാസമതലം. കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? നമുക്കൊന്ന് നോക്കാം. കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടകം, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, ബംഗാൾ. എന്തൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടകം, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, ബംഗാൾ കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ്. സൈദ് കാർഷിക കാലത്ത് വിളവെടുപ്പ് നടത്തുന്നത് ഏതു മാസത്തിലാണ്? സൈദ് കാർഷിക കാലത്ത് വിളവെടുപ്പ് നടത്തുന്നത് ജൂൺ മാസത്തിലാണ്. ചന്ദോളി ദേശീയോദ്യാനം ഏത് സംസ്ഥാനത്താണ്? മഹാരാഷ്ട്രയിലാണ്. എന്ത്? ചന്ദോളി ദേശീയോദ്യാനം മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിൽ കടൽ തീരത്തിനടുത്തുള്ള ആദ്യ സ്റ്റീൽ പ്ലാന്റ് ഏതാണ്? വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ് ആണ് ഇന്ത്യയിൽ കടൽ തീരത്തിനടുത്തുള്ള ആദ്യ സ്റ്റീൽ പ്ലാന്റ്. ഭാരത് മാല പരിയോജന ഏതു മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? റോഡ് വികസനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നതാണ് ഭാരത് മാല പരിയോജന. അപ്പം കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങൾ ഏതൊക്കെയാണ്? ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടകം, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, ബംഗാൾ. സൈദ് കാർഷിക കാലത്ത് വിളവെടുപ്പ് നടത്തുന്നത് ഏതു മാസത്തിലാണ്? ജൂൺ മാസത്തിലാണ്. ചന്ദോളി ദേശീയോദ്യാനം മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിൽ കടൽ തീരത്തിനടുത്തുള്ള ആദ്യ സ്റ്റീൽ പ്ലാന്റ് ആണ് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ്. ഭാരത് മാല പരിയോജന ഏതു മേഖലയുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു? റോഡ് വികസനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള റെയിൽവേ സ്റ്റേഷൻ ഏതാണ്? കന്യാകുമാരിയാണ് ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള റെയിൽവേ സ്റ്റേഷൻ. ഇന്ത്യൻ വ്യോമയാന രംഗം ദേശസാൽക്കരിച്ച വർഷം ഏതാണ്? 1953 ഇന്ത്യൻ വ്യോമയാന രംഗം ദേശസാൽക്കരിച്ചത്. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തോറിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം ഏതാണ്? കേരളമാണ് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തോറിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനം. തപോവൻ വിഷ്ണുഘട്ട് ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ് തപോവൻ വിഷ്ണുഘട്ട് ജലവൈദ്യുത പദ്ധതി. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ആൻഡ് എനർജിയുടെ ആസ്ഥാനം ഏതാണ്? വിശാഖപട്ടണമാണ് ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ആൻഡ് എനർജിയുടെ ആസ്ഥാനം. അപ്പം ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് കന്യാകുമാരി. ഇന്ത്യൻ വ്യോമയാന രംഗം ദേശസാൽക്കരിച്ച വർഷം ഏതാണ്? 1953. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തോറിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കേരളം. തപോവൻ വിഷ്ണുഘട്ട് ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ആൻഡ് എനർജിയുടെ ആസ്ഥാനം വിശാഖപട്ടണമാണ്. നമ്മൾ ഈ ചോദ്യങ്ങളെല്ലാം ഒരാവർത്തി കൂടി നോക്കുകയാണ് എങ്കിൽ മാത്രമേ നമുക്കൊന്ന് മനസ്സിലേക്ക് നല്ല രീതിയിൽ അത് എത്തൂ. അതുകൊണ്ട് ഈ ചോദ്യങ്ങൾ ഒന്നുകൂടി നോക്കാം. റിപ്പബ്ലിക് ദിനത്തിൽ നിലവിൽ വന്ന കേരളത്തിലെ ജില്ല ഏതാണ്? ഇടുക്കി ജില്ലയാണ്. കേരളത്തിലെ ഏറ്റവും കൂടുതൽ പട്ടണങ്ങളുള്ള ജില്ല എറണാകുളമാണ്. പുന്നത്തൂർ കോട്ട ഏതു മൃഗത്തിൻ്റെ സംരക്ഷണത്തിനാണ് പ്രസിദ്ധം? ആനയുടെ സംരക്ഷണത്തിനാണ്. കേരളത്തിൽ മഹാശിലാ അവശിഷ്ടങ്ങൾ കണ്ടെത്തിയ ആനക്കര ഏത് ജില്ലയിലാണ്? പാലക്കാട് ജില്ലയിലാണ്.
ഇന്ത്യയിലെ ആദ്യ സ്ത്രീധനരഹിത വില്ലേജാണ് നിലമ്പൂര്. ചരിത്രപ്രസിദ്ധമായ കടത്തനാട് എവിടെയാണ്? കോഴിക്കോടാണ്. ഗദ്ദിക എന്ന കലാരൂപം പ്രചാരത്തിലുള്ള കേരളത്തിലെ ജില്ലയാണ് വയനാട്. കേരളത്തിലെ മാഞ്ചസ്റ്റർ എന്നറിയപ്പെടുന്ന ജില്ലയാണ് കണ്ണൂർ. കേരളത്തിലെ ആദ്യത്തെ ജൈവ ജില്ലയാണ് കാസർഗോഡ്. 8 ഡിഗ്രി ചാനൽ ഇന്ത്യയെ ഏത് രാജ്യത്തിൽ നിന്നാണ് വേർതിരിക്കുന്നത്? മാലിദ്വീപിൽ നിന്നുമാണ് 8 ഡിഗ്രി ചാനൽ ഇന്ത്യയെ വേർതിരിക്കുന്നത്. ഇന്തോളജി എന്തിനെക്കുറിച്ചുള്ള പഠനമാണ്? ഇന്ത്യയെക്കുറിച്ചുള്ള പഠനമാണ് ഇന്തോളജി. ബസാൾട്ട് ശിലകൾക്ക് അപക്ഷയം സംഭവിച്ചുണ്ടാകുന്ന മണ്ണാണ് കരിമണ്ണ്. ഹിമാലയം ഏതുതരം ശിലകളാൽ നിർമ്മിതമാണ്? അവസാദ ശിലകളാൽ നിർമ്മിതമാണ്. സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി എന്നറിയപ്പെടുന്നത് കൊടൈക്കനാലാണ്. മഴ ലഭ്യതയ്ക്ക് പ്രസിദ്ധമായ മൗസിൻഡ്രം ഏതു മലനിരകളിലാണ്? ഖാസി മലനിരകളിലാണ്. ഇന്ത്യയിൽ തീരപ്രദേശത്തുള്ള ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക. പശ്ചിമഘട്ടത്തിലെ ആകെ ചുരങ്ങളുടെ എണ്ണം 16 ഏറ്റവും ആഴം കൂടിയ ഹിമാലയൻ നദിയാണ് ബ്രഹ്മപുത്ര. ഗംഗാ നദിയുടെ ശുചീകരണത്തിനായിട്ട് കേന്ദ്ര സർക്കാർ 2014 നടപ്പാക്കിയ പദ്ധതിയാണ് നമാമി ഗംഗ. ഇന്ത്യയുടെ ധാന്യപ്പുര എന്നറിയപ്പെടുന്ന ഭൂവിഭാഗമാണ് ഉത്തര മഹാസമതലം. കടൽ തീരമുള്ള ഇന്ത്യൻ സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടകം, കേരളം, തമിഴ്നാട്, ആന്ധ്രാപ്രദേശ്, ഒഡീഷ, ബംഗാൾ. സൈദ് കാർഷിക കാലത്ത് വിളവെടുപ്പ് നടത്തുന്നത് ഏതു മാസത്തിലാണ്? ജൂൺ മാസത്തിലാണ്. ചന്ദോളി ദേശീയോദ്യാനം മഹാരാഷ്ട്രയിലാണ്. ഇന്ത്യയിൽ കടൽ തീരത്തിനടുത്തുള്ള ആദ്യ സ്റ്റീൽ പ്ലാന്റ് ആണ് വിശാഖപട്ടണം സ്റ്റീൽ പ്ലാന്റ്. ഭാരത് മാല പരിയോജന റോഡ് വികസനവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നു. ഇന്ത്യയുടെ തെക്കേ അറ്റത്തുള്ള റെയിൽവേ സ്റ്റേഷനാണ് കന്യാകുമാരി. ഇന്ത്യൻ വ്യോമയാന രംഗം ദേശസാൽക്കരിച്ച വർഷം 1953. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ തോറിയം ഉൽപ്പാദിപ്പിക്കുന്ന സംസ്ഥാനമാണ് കേരളം. തപോവൻ വിഷ്ണുഘട്ട് ജലവൈദ്യുത പദ്ധതി ഏത് സംസ്ഥാനത്താണ്? ഉത്തരാഖണ്ഡിലാണ്. ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് പെട്രോളിയം ആൻഡ് എനർജിയുടെ ആസ്ഥാനം വിശാഖപട്ടണമാണ്.